ഗുഡ് മോർണിംഗ്. വീണ്ടും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ സ്പിരിച്വൽ ഓർ സോളിഷ് തിരിച്ചറിയും. ഇപ്പം സോളിഷ് നിന്നും സ്പിരിച്വൽ ആകാൻ വേണ്ടുന്ന മുഴുവൻ പിതാവായ ദൈവം ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് സ്പിരിച്വലായുള്ള ഏറ്റവും വലിയ തടസ്സമായിരുന്നു നമ്മുടെ ജഡം. അതിനെയാണ് പിതാവായ ദൈവം യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിച്ചത്. എന്നിട്ട് പിതാവ് ഡിക്ലെയർ ചെയ്തു, യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ഇനി അതിനകത്ത് യാതൊരു സംശയത്തിനും ഇടവരണ്ട. നമ്മൾ പെർഫെക്റ്റ് അല്ലായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പോഴും പല പല പാപ സ്വഭാവങ്ങൾ നമ്മളെ വിട്ടുപോയിട്ടില്ലായിരിക്കാം. കർത്താവിനെ അറിഞ്ഞിട്ട് വർഷങ്ങളായി കാണും. അല്ലെങ്കിൽ സ്പിരിച്വൽ ബേബ്സ് ആയിട്ട് നിൽക്കുകയായിരിക്കും. ഒന്നും വിഷയം. പക്ഷേ ആര് യേശുക്രിസ്തുവിനെ രക്ഷയായിട്ട് സ്വീകരിക്കുന്നോ അവരെ സംബന്ധിച്ചോളം പിതാവായ ദൈവം കാണുന്നത് അങ്ങനെ. കാരണം ഈ ആത്മാവിനാൽ നടത്തപ്പെടാനുള്ള ഏറ്റവും വലിയ തടസ്സമായിരുന്നു നമ്മുടെ ജഡം. നമ്മളെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ ദിവസം ഓരോ ഫ്രൂട്ട് പറിച്ച് കളയുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ജസ്റ്റ് ഫ്രൂട്ട്. റൂട്ടകത്ത് കിടക്കുക. അപ്പോൾ പിതാവായ ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്ന പിതാവായ ദൈവം ആ പഴയ മനുഷ്യനെ അല്ലെ റൂട്ടിനെ കംപ്ലീറ്റ്ലി ക്രൂശിച്ചു. പക്ഷെ നമ്മൾ ജീവിതത്തിലോട്ട് ഇത് അനുഭവിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്താൽ അത് തിരിച്ചറിഞ്ഞു. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഈ വചനത്തിൽ പ്രാവശ്യം വായിച്ചിട്ടുണ്ടായി. പക്ഷെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പിടിയിട്ടിട്ടുണ്ട്. കാരണം പല സഭകൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല. മറ്റെന്തിലൊക്കെയോ കുടുങ്ങിക്കിടക്കുക, എന്തൊക്കെയോ വളർത്തിയെടുക്കാൻ നോക്കുക, ആളെ കൂട്ടാൻ നോക്കുക, പേരെടുക്കാൻ നോക്കുക, അല്ലെ നമ്മുടെ പിന്തുണയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവജനത്തിനെ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു കേൾപ്പിച്ചാൽ പത്രോസിന്റെ ലേഖനം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ പരിപാലിക്കാൻ അതിനവിടെ ആർക്കാ താല്പര്യം? മാറണം, മനോഭാവങ്ങൾ മാറണം. ഇതെല്ലാം വലിയ പ്രതിഫലമുണ്ട്. ഒളിമങ്ങാത്ത കിരീടം എന്നാണ് പറയുന്നത്. നമുക്ക് നിത്യത ലഭിക്കും. ദൈവദാസന്മാർക്ക് ഒളിമങ്ങാത്ത കിരീടം ലഭിക്കണമെങ്കിൽ അൺസെൽഫിഷായിട്ട് നിർബന്ധത്താലല്ല, കർത്താവിനെന്ന വണ്ണം നമ്മൾ പരിപാലിക്കണം. ഒരു മായവും ചേർക്കില്ല. സെൽഫിഷ് ഒരു ഇതിനു വേണ്ടിയിട്ട്, ലാഭത്തിന് വേണ്ടിയിട്ട്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു വചനവും പ്രസംഗിക്കരുത്. ആളെ കൂട്ടാൻ വേണ്ടി പ്രസംഗിക്കരുത്. ആൾക്കാരുടെ കൈയടി മേടിക്കാൻ വേണ്ടി പ്രസംഗിക്കരുത്. അവരെ വെറുതെ അവരുടെ മുറിവ് സർജറി ചെയ്തതിന് പകരം ഒരു ബാം തേച്ച് വിടൽ. സർജറി വേണ്ടിയെടുത്ത് സർജറി ചെയ്യും. എങ്കിൽ മാത്രമേ അത് മാറത്തുള്ളൂ. അപ്പോൾ പിതാവായ ദൈവം ചെയ്തത് നമ്മുടെ ഫ്ലഷിനെ യേശുക്രിസ്തുവിന്റെ കൂടെ ആ ക്രൂശിൽ തറച്ചു. ഇനി നമ്മളിത് വിശ്വാസത്താൽ ഏറ്റെടുക്കണം. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുക? ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു കോപ സ്വഭാവം ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര ശ്രമിച്ചിട്ടും മാറുന്നില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു വിഷയത്തിന് വേണ്ടി കോപം വന്നു, ഭയങ്കരമായിട്ട് കോപം വരും. പെട്ടെന്ന് അവിടെ വന്നിട്ട് നമ്മൾ പറയണം, മൈ ഫ്ലഷ് വാസ് ക്രൂസിഫൈഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. എൻ്റെ ഫ്ലഷ് എന്ന് പറയുമ്പോൾ എൻ്റെ ഈ കോപ സ്വഭാവം അതിലുണ്ടായിരിക്കണം. ജഡത്തിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ മൈൻഡ്, അല്ലെങ്കിൽ സോളിൻ്റെ ഒരു ഭാഗമാണ് മൈൻഡ്. മൈൻഡ്, വില്ല്, പിന്നെ നമ്മുടെ മനസ്സ്, നമ്മുടെ തീരുമാനങ്ങൾ, ഡിറ്റർമിനേഷൻ, ഇച്ഛാശക്തി, ഇതെല്ലാം മൈൻഡിൻ്റെ സോളിൻ്റെ ഭാഗം. സോളിൻ്റെ ഭാഗമായി മൈൻഡിൻ്റെ സോളിൻ്റെ ഭാഗമാണ് മൈൻഡ്. മൈൻഡിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. നമ്മുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ഇതെല്ലാം. അപ്പോൾ കോപം വരാൻ പോകുന്നു, അല്ലെങ്കിൽ കോപിക്കാൻ സമയം. അന്നേരം ഓർത്തോണം, നമ്മളിലേക്ക് കോപം ഇരിച്ചു കയറുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇത് കൺഫസ് ചെയ്യണം. മൈ ഫ്ലഷ് വാസ് ക്രൂസിഫൈഡ് വിത്ത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. ആ ഫ്ലഷിനകത്ത് എൻ്റെ മൈൻഡ് ഉണ്ടായിരുന്നു, എൻ്റെ വികാരങ്ങളുണ്ട്. എൻ്റെ വികാരത്തിൽപ്പെട്ടാണല്ലോ ഈ കോപം എന്ന് പറയുന്നത്. എൻ്റെ വികാരങ്ങളും ഉണ്ടായിരുന്നു. അതിനെ പിതാവായ ദൈവം യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ തറച്ചതാ. ഇനി അതിനെന്നെ അടിമപ്പെടുത്താൻ പറ്റത്തില്ല. ഞാൻ അതിൻ്റെ അടിമയായിരുന്നു തിരിച്ചറിയുന്നത് വരെ. ഞാൻ ശിശുവായിരുന്നപ്പോൾ ഇത് തിരിച്ചറിഞ്ഞില്ല. അവകാശിയാണ് ഇതിൻ്റെ എല്ലാ. ദൈവത്തിൻ്റെ അവകാശി യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്. എൻ്റെ ജഡം ക്രൂശിക്കപ്പെട്ടാന്നൊക്കെ ഞാൻ തിരിച്ചറിയാഞ്ഞത് കൊണ്ടാണ് എനിക്കത് അനുഭവിക്കാൻ പറ്റാത്തത്. കാരണം ഞാൻ ശിശുവായി. ഇപ്പം ഞാൻ പ്രായപൂർത്തിയാവുന്നു. എൻ്റെ അവകാശങ്ങൾ എനിക്ക് തിരിച്ചറിയാം. ഇനിയും പിശാചിന് എന്നെ അടിമപ്പെടുത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ജഡത്തിന് എന്നെ അടിമപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഞാൻ പ്രായപൂർത്തി വന്നു, പക്വത വന്നു. എന്തോ പക്വത വന്നത്? എനിക്കിപ്പോൾ തിരിച്ചറിയുവായി. എൻ്റെ ഈ കോപ സ്വഭാവത്തെ അന്ന് പിതാവായ ദൈവം യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചതാ.
എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അതിന് ഈൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അതിന് അടിമപ്പെടേണ്ട ആവശ്യമില്ല. ജഡത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ ജഡത്തിന് കടപ്പെട്ടവനല്ല. ഞാൻ കോപിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. ഞാൻ കോപത്തിൻ്റെ അടിമയല്ല, അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമയല്ല എന്ന് ഞാൻ കൺഫസ് ചെയ്യണം. അതാണ് മൈ ഫ്ലഷ് വാസ് ക്രൂസിഫൈഡ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരിക. എൻ്റെ കോപത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയും. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, പരിശുദ്ധാത്മാവേ എനിക്കത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിക്കുക. ഞാൻ പാപത്തിൻ്റെ അടിമയല്ല, ഞാൻ തിരിച്ചറിയും. നൗ യു ഗിവ് മി ദ സ്ട്രെങ്ത് ടു ഓവർകം ദാറ്റ്. ഈ ഒരു ടെംപ്റ്റേഷനെ ഓവർകം ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് സഹായിക്കുന്ന ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. നമ്മൾ കോപം മാറ്റാനായിട്ട് യൂട്യൂബ് നോക്കാറുണ്ട്, അല്ലല്ല യോഗ നമ്മൾ അഭ്യസിക്കാറുണ്ട്. 5 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, വിടുക. അങ്ങനെ കോപം മാറിയിട്ട് കാര്യമില്ല കേട്ടോ. അത് ലീഗൽ കർത്താവ് വെച്ചേക്കുന്ന സിസ്റ്റം അല്ല. നമ്മളെപ്പോഴും നോക്കുന്നത് ജഡം കൊണ്ട് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കും. ഒരു കാര്യമില്ല, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ പിതാവായ ദൈവം ചെയ്തത് നമ്മൾ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തേക്ക് അപ്ലൈ ചെയ്യുക. പാപത്തെ ജയിക്കാനായിട്ട് പാപം ചെയ്യാനുള്ള സാഹചര്യം വരുമ്പം, ടെംപ്റ്റേഷൻ വരുമ്പം നമ്മളത്തോട് തന്നെ കൺഫസ് ചെയ്യുക, മൈ ഫ്ലഷ് വാസ് ക്രൂസിഫൈഡ്, എൻ്റെ ജഡം ക്രൂശിക്കപ്പെട്ടതാ യേശു ക്രിസ്തുവിനോട് കൂടി. അതിൻ്റെ രാഗമോഹങ്ങളോടെ എന്ന് പറഞ്ഞാൽ വികാരങ്ങളോടും വിചാരങ്ങളോടും, എന്നാൽ എൻ്റെ മൈൻഡ് ഉൾപ്പെടെ ക്രൂശിക്കപ്പെട്ടതാ. ഞാൻ ഇനി അതിൻ്റെ അടിമയല്ല. ഞാൻ അറിയാതിരുന്നുകൊണ്ടാണ് ഇത്രയും നാൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. ഇപ്പം എനിക്ക് പ്രായപൂർത്തിയായി, തിരിച്ചറിവ് വന്നു, ഞാൻ ദൈവത്തിൻ്റെ അവകാശിയാണ്. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവേ, ഐ ഡോണ്ട് വാണ്ട് ടു ഈൽഡ് ടു ഇറ്റ്. അതിനടിപ്പെടാൻ എന്നെ അനുവദിക്കില്ലേ, എന്നെ സഹായിക്കുക. ജസ്റ്റ് സീ ദ റിസൾട്ട്. ട്രൈ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.